CSR ഫണ്ട് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനായി മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കേസിൽ അനന്തകൃഷ്ണൻ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചതും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതി അനന്തകൃഷ്ണന്റെ ഇന്നോവ അടക്കമുള്ള 3 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിശദീകരിക്കാൻ BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. എസ് ശ്യാംകുമാർ വിവരങ്ങൾ മാറ്റുന്നു. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും പരാതി പെരുമഴയാണ്, പരാതി പ്രവാഹമാണ്. ഇത് നമ്മൾ കേട്ടതൊക്കെ ഈ തട്ടിപ്പിൻ്റെ തുടക്കം മാത്രമാണെന്നും അത് അന്വേഷണത്തേക്ക് പോകുമ്പോൾ ഒരു ബ്രഹ്മാണ്ഡ തട്ടിപ്പിൻ്റെ വെളിച്ചം വാതിൽ തുറക്കുന്നതാകും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ശ്യാം, അഷ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസം അതിലൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം പറവൂരിൽ പോലീസ് തട്ടിപ്പിനിരയായ ആളുകൾ ഏകദേശം 2000 പേരോളമാണ് സ്റ്റേഷനിൽ എത്തിയിരുന്നത്. അതിൽ തട്ടിപ്പിനിരയായ ആളുകളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് 607 പേരുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയത്. ആ പട്ടിക നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ ഓരോരുത്തരും 62,000-ഉം 58,000-ഉം വീട്ടുപകരണങ്ങൾക്ക് വേറെ പണവും ഒക്കെ നൽകിയിട്ടുണ്ട്. അവിടെ മാത്രം ഏകദേശം 8 കോടി രൂപയിലധികമാണ് ഈ 605 പേരിൽ നിന്ന് മാത്രം വാങ്ങിയത്. ഇനി ആ പട്ടികയിൽ ഏകദേശം 1400 പേർ ഇടം പിടിക്കാനുണ്ട് എന്നറിയുമ്പോൾ എത്ര രൂപയാവും പറവൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് മാത്രം വാങ്ങിയത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനാകും. അതിനു പുറമെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് അയാൾ അനന്തകൃഷ്ണൻ പ്രധാനമായും ചെയ്തത് സഹോദരിയുടെയും അമ്മയുടെയും പേരിൽ കോടിക്കണക്കിന് രൂപയുള്ള ഭൂമി വാങ്ങുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ കുറച്ചധികം ഭൂമികൾ കാണാൻ സാധിച്ചു. 1 ഏക്കർ റബ്ബർ തോട്ടം അമ്മയുടെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. സഹോദരിയുടെ പേരിൽ റോഡ് സൈഡിൽ 7 സെന്റിന് 7 ലക്ഷം രൂപയോളം വില വരുന്ന 50 സെന്റും 13 സെന്റും 30 സെന്റും വരുന്ന 3 ഭൂമികൾ വാങ്ങിയിട്ടുണ്ട്. പാലക്കാട് തെങ്ങിൻ തോപ്പം വാങ്ങിയിരിക്കുന്നു. കർണാടകത്തിലൊരു മുന്തിരിത്തോട്ടം തന്നെ വാങ്ങിയിരിക്കുന്നു. അങ്ങനെ വളരെ വിദഗ്ധമായി തന്നെ തട്ടിപ്പ് പണം ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇയാൾ കാണിച്ചത്. ഏതായാലും തട്ടിപ്പ് വാർത്ത പുറത്തു വന്നതോടുകൂടി അനന്തകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ വീട് പൂട്ടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വീട് പൂട്ടിക്കിടക്കുകയാണ്. അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് മറ്റെവിടേക്കോ പോയി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ സഹോദരി താമസിച്ചിരുന്ന വീട്ടിൽ മൂവാറ്റുപുഴ പോലീസ് എത്തിയതിന് തൊട്ടു പിന്നാലെ അവരും ബസ്സിൽ കയറിയാണ് അവിടെ നിന്ന് എങ്ങോട്ടോ മാറിയത്. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ അയാളുടെ ബന്ധുക്കളടക്കമുള്ളവർ പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. പക്ഷേ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടി വരികയാണ്. ഇന്നും അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ വരും. പ്രതിയുടെ സാന്നിധ്യം തെളിവെടുപ്പിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷയിലെ പ്രധാന വാദം. ഏതായാലും കോടതി ഇത് പരിശോധിച്ച് അനന്തകൃഷ്ണനെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ കേസിൽ പ്രതിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമാകും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുക. ഇപ്പോൾ ലഭിച്ചതിൻ്റെ പകുതി പോലും ഇല്ലാത്ത വിവരങ്ങളാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതിനിടയിലാണ് ഇപ്പോൾ 3 വാഹനങ്ങൾ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഹാഷ്മി, ശ്യാമേത, വരുന്ന വാർത്ത ഈ സഹോദരിയുടെയും അമ്മയുടെയും പേരിൽ വീടിനടുത്ത് കോടികളുടെ ഭൂമി വാങ്ങിക്കൂട്ടി. സഹോദരിയുടെ വീടിന് മുന്നിൽ 13 സെന്റ്, സമീപത്ത് 1 ഏക്കർ റബ്ബർ തോട്ടം, 50 സെന്റ് വസ്തു, സെന്റിന് 4 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വിലയുള്ള വസ്തുവാണ്. പാലാ നഗരത്തിൽ 40 സെന്റ് ഭൂമി, കർണാടകത്തിൽ മുന്തിരിത്തോട്ടം, പാലക്കാട് അമ്മയുടെ പേരിൽ തെങ്ങിൻതോപ്പ് എന്ന് പറഞ്ഞാൽ ശ്യാം, അപ്പോൾ ഇയാൾ പണം വളരെ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട്. കാരണം ഇന്നലെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഈ ഭൂമി ഒക്കെ കാണിച്ചു തരുന്നത് തന്നെ അവിടുത്തെ പ്രദേശവാസികളാണ്. പിന്നീട് നമ്മൾ അവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തതിൻ്റെ വിവരങ്ങളും നമുക്ക് ലഭിച്ചത്. അതിൽ 2 ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടോക്കൺ എമൗണ്ടാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ ഭൂമിയുടെ വില മുഴുവനായും കൊടുത്തിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസമാണ് ഈ കേസ് വരികയും അനന്തകൃഷ്ണൻ ആദ്യം ഒളിവിൽ പോവുകയും പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്തത്. അതുകൊണ്ടാണ് മറ്റ് 2 ഭൂമിയുടെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ പറയാത്തത്. വലിയ രീതിയിൽ ഈ ഭൂമി വാങ്ങിക്കൂട്ടുകയും അത് സ്വന്തം സഹോദരിയുടെയും അമ്മയുടെയും ഒക്കെ പേരിലേക്ക് തന്നെ മാറ്റുകയും ഒക്കെ ചെയ്ത അതിവിദഗ്ധനായ ഒരു തട്ടിപ്പുകാരൻ. അയാൾ എന്തായാലും കരുതിക്കൂട്ടി തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഉറപ്പാണ്. അതും കോടികൾ വില വരുന്ന ഭൂമിയാണ്. പാലയിലൊക്കെ 1 സെൻറ്റ്, പ്രത്യേകിച്ച് പാലാ നഗരത്തിലൊക്കെ 1 സെൻറ്റ് ഭൂമിക്ക് എത്ര രൂപയാണെന്നുള്ളത് സാധാരണ നമുക്കറിയാം. പൊന്നിൻ വിലയുള്ള പ്രദേശമാണ്. അവിടെ 40 സെൻറ്റ് ഭൂമിയാണ് അയാൾ സ്വന്തം പേരിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതിന് പുറമെ എന്ന് പറഞ്ഞാൽ ഇയാൾ ജനങ്ങളിൽ തട്ടിയെടുത്ത കോടികൾ കൃത്യമായി അയാളുടെ സ്വകാര്യമായ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരും.